പരീക്കുട്ടിയുടെ വീടല്ലേ ഇത്? ആ ഇവിടെ വീട് തന്നെയാണ്. ആരാ? നമ്മളാരാ? ഞാനിവിടെ തൊട്ടപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കാനാണ്. അത് പറ. നമ്മള് വന്നിട്ട് 5-6 വർഷമായി ഇവിടെ. അപ്പൊ നമ്മള് വിചാരിച്ച് വീട് മാറിപ്പോയതാണാ അതാ നിങ്ങൾ ആരാണെന്നൊക്കെ വിചാരിച്ച്. ടോൻ എവിടെ? പരീക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. വീട് മാറിയിട്ടൊന്നുമില്ല. അതന്നെയാണ് പരീക്കുട്ടി. പരിക്കുട്ടിയെ പടച്ച റബ്ബേ, എന്താ ഒരു അറിയിപ്പില്ലാണ്ട് അല്ല രഹസ്യം പറയണ്ട. അപ്പൊ തുള്ളി ചാടുവാണ്. വാലേക്കും അസ്സലാം. എന്താ വിശേഷങ്ങള്? മനസ്സിലായാ? ഞാൻ പറയാറില്ലേ ഹംസക്ക മറ്റേ സിദ്ധനാണ്. ഭയങ്കര കഴിവാണ്. എന്റെ ഉമ്മാടെ ചേട്ടത്തി ഉണ്ടല്ലോ, ചേട്ടത്തിയുടെ ഒന്നും പറയണ്ട, കൊറേ ബന്ധുണ്ട്. ഹൈദരാലിന്റെ അതന്നെ അതന്നെ. ഒന്നും റസിയ റസിയ ഇങ്ങട് വാ. ഓള് പറഞ്ഞ തുള്ളി ചാടും. ഞാനേ വളരെ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോവാ. എവിടെ പോണു? അല്ല, ഞാൻ ആ പത്തരയുടെ അമ്പിളി പറഞ്ഞൊരു ബസ് ഉണ്ട് ഇവിടുത്തെ. അതിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. അതാ പത്തരയുടെ അമ്പിളിയൊക്കെ പോട്ടെ, നീ ഇവിടെ ഇല്ലേ? അല്ല അതല്ല അതല്ല മൊബൈലും അതൊന്നും ശീലയില്ല മകളെ. അതെ 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 പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു. അതെ, ഞാന് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാലേ മോളുടെ അമ്മായിയുടെ മോളുടെ ഒരു ആവശ്യമുണ്ട്. അത് കാണാനായിട്ട് 4-5 ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന്. അപ്പൊ അവിടേക്ക് പോവാ. ഞാൻ ഇത്തിരി നിർത്തിയില്ല. എന്നാ നമുക്ക് ഒന്നിച്ചു പോകണോ? അവിടെ അങ്ങനെ വലിയ സംഭവം ഇപ്പൊ ഞാൻ പോണില്ല. മാത്രമേ പോണു. അങ്ങനെ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല. ബസ് അല്ല അതെ. നിങ്ങൾക്ക് എന്താ പണിയെന്നാ പറഞ്ഞ? ഞാൻ ആശാരിപ്പണിയാണ്. അൽഹംദുലില്ലാ, ഞാൻ കാത്ത് നടക്കായിരുന്നു ഒരു ആശാരിനെ. നമ്മുടെ കട്ടില് കിടക്കാൻ പറ്റില്ലാടോ. എന്തേ മൂട്ടുണ്ടോ? അതല്ല, അതിനൊരു കാല് പോയി. കാല് പോയോ? അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? കാല് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാരിനെ തിരക്കാണെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് കാണാനില്ല. ആശാരിനെ തിരക്കി ആശാരിനെ കിട്ടി, അപ്പോഴത്തേക്ക് കാല് കാണാനില്ലാടോ. അതെന്തേ? അത് പോയി. കാല് പോയോ? അതാരെ എടുത്തോണ്ട് പോയി. അത് എടുത്തോണ്ട് പോയപ്പോ കണ്ടുപിടിക്കണം. സിദ്ധനാണെന്നല്ലേ പറഞ്ഞത്? സിദ്ധനാണല്ലോ, നമ്മള് കണ്ടുപിടിച്ചല്ലോ. അതൊക്കെ ഈ കൽബിലറിയും. അത് കരിഞ്ഞു പോയി. കരിഞ്ഞു പോയോ? അത് കരിഞ്ഞു പോയി. അത് കൽബിലറിയും. അപ്പൊ അത് കരിഞ്ഞു പോയ സ്ഥിതിക്കുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്പിളി ബസ്സിൽ പോവാറുന്നേ. നീ നില്ലടോ അമ്പിളി ബസ്. താനിപ്പോ പോണ്ട. അമ്പിളി ബസ് പോട്ടെ, അതിനേക്കാളും മുമ്പ് ടൗണിൽ നിന്ന് വേറെ ബസ് എത്തും. അതിൽ പോയാൽ മതി. അമ്പിളി ബസ്സിൽ മുമ്പ് അത് എത്തും. അല്ല, അമ്പിളി ബസ്സാണ് ആദ്യം എത്തുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ടൗണിലെ ബസ്സിൽ പോയിക്കോ, സമയം കഴിഞ്ഞാലോ. എന്നാ ശരി, എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഈ ചായ അതാക്ക് ആ പോണ നേരത്ത് വന്ന് കിട്ടി തിരിച്ചു. ആലോചിച്ച് നോക്കി. ഇപ്പൊ ആ ബസ്സിന് പോയിച്ച സമയത്തിന് എത്താറും. ചില കുരുത്തക്കടകൾ ഇങ്ങനെ ഒന്നും പറയണ്ട ചങ്ങായി. 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്നായി പറഞ്ഞ ചെവി തന്നെ ഉണ്ടാവും. ഇന്റെ വാപ്പ എന്താ അറിയോ, ഒരാളെയും ദ്രോഹിക്കൂല. മൂപ്പരെല്ലാരും ഇങ്ങനെ സഹായിക്കും. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനിറങ്ങും. മൂപ്പർക്ക് അനാവശ്യമായിട്ട് ഒരാളുടെ ഒരു സാധനം വേണ്ട. മൂപ്പരെ സ്വത്ത് പിന്നെ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ പെരുന്നാളാവുമ്പോ എല്ലാവർക്കും സക്കാത്ത് കൊടുക്കും. ഇവിടെ വാസുവേട്ടന്റെ അമ്മ എപ്പോഴും പറയും, അവരെ അച്ഛനില്ലേ ചെല്ലപ്പനാശ്ശേരി, വാരിക്ക് ഒരു കൊടുക്കുന്നു. സക്കാത്ത് കൊടുക്കൂ? സക്കാത്തല്ലേടി, ഈ വിഷു ഒക്കെ വരില്ലേ, അപ്പൊ ഇങ്ങനെ കൈനീട്ടം കൊടുക്കും കുട്ടിയൊക്കെ. അങ്ങനെ എന്റെ വാപ്പ എന്താ വെച്ചാല് മൂപ്പർക്ക് ഈ പൈസനോടൊന്നും ഒരു ആർത്തി ഇല്ലല്ലോ. ആ സ്വഭാവമാണ് എനിക്ക് കിട്ടിയേക്കണേ. എനിക്ക് പൈസനോട് എന്താ ആർത്തി? എനിക്ക് ഒരു ആർത്തി ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ പരീക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറയും, വാസുറ്റേട്ടന് അത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പൈസ എടുത്ത് കൊടുക്കല്ലേ. ഇപ്പൊ ഈ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളവിടെ ഫ്രീ ആയിട്ടല്ലേ താമസിപ്പിച്ചേ. വേറെ വല്ല വീട്ടുകാരാണെങ്കിൽ അപ്പന്നെ വാടക ചോദിക്കൂലേ? ഇല്ലേ? അതാണ്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാരെയും സഹായിക്കുക. എന്റെ പാപ്പാടെ ഒരു സ്വഭാവ ഗുണാണ് എനിക്ക് കിട്ടിയേക്കണേ. അല്ല, അത് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയും എന്റെ പാപ്പാനെ പോലെ. അതെ, വിശേഷം എന്താ? സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ വന്നില്ല. എന്താ എളാപ്പേ മൂത്താപ്പേ വല്യപ്പത്തെ? ഹംസക്ക. അയാളുടെ നാവുണ്ടല്ലോ, വല്ലാത്ത നാവാണ്. പറഞ്ഞതാ അച്ചട്ടാ. അല്ല, പറഞ്ഞാന്ന് വെച്ചാല് മൂപ്പര് പറയണതൊക്കെ നടക്കൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങള് പറയണ അത്ര ഭീകര സിദ്ധനൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ സിദ്ധനാണ്. മൂപ്പരിന്ന് പരീക്കുട്ടിയുടെ അടുത്ത് അമ്പിളി ബസ്സിന് പോണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അടുത്ത ബസ്സിന് പോയാൽ മതി. അപ്പൊ അമ്പിളി ബസ് എത്തണേക്കാൾ മുമ്പേ മറ്റേ ബസ് എത്തും. അതുകൊണ്ട് അമ്പിളി ബസ്സിന് പോണ്ട, അതിന് തന്നെ പോയാൽ മതി നിർബന്ധിച്ച് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞു. അമ്പിളി ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു വലിയ മരത്തിന് ഒരൊറ്റ പോയിട്ട് കിട്ടി. 10-27 പേര് ആശുപത്രിയിലാണ്. ആരുടെയൊക്കെ തല പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പരീക്കുട്ടിയിൽ യാത്ര ചെയ്യേണ്ട ആളല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോവാതിരുന്നത്.
നേര് പറഞ്ഞോണ്ടാണ് ഇപ്പൊ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റും. അയാൾ ചിലപ്പോ വായി തോന്നി വെറുതെ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ വിളിച്ചു പറഞ്ഞാലും അയാൾ പറഞ്ഞു, അതുകൊണ്ട് വരികുട്ടി അതിന് പോയില്ല, അവൻ രക്ഷപ്പെട്ടല്ലേ. അങ്ങനെ നിസ്സാരായിട്ടൊന്നും കാണണ്ട മല്ലികേ. മൂപ്പരെന്താ അറിയോ, മൂപ്പർക്ക് ഈ സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. എന്നിട്ട് അത് അങ്ങോട്ട് പറയില്ല. അതാണല്ലേ ഈ പ്രവചിക്കല്. ഇന്ന് അയാളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വരികുട്ടി ആശുപത്രിയിലാണ്. അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഹംസക്ക ഇവിടെ വന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? ഹംസക്കാക്ക് ഞങ്ങളുടെ കുടുംബം പറഞ്ഞാല് അത്ര സ്നേഹാണേ. തരാ ജോസൂട്ടി, അതെ ജോസൂട്ടിയെ, എടാ സത്യം പറയുന്നത് രക്ഷപ്പെട്ടു നമ്മുടെ വരികുട്ടി. അല്ല, അമ്പിളി ബസ്സിന് കയറാൻ നിന്നാണോ അവനെ? അമ്പിളി ബസ്സിന് കയറാതെ വേറെ അതിന്റെ അടുത്തൊരു ബസ് ഉണ്ടല്ലോ, ആ ബസ്സിന് കയറിയിട്ടേ പോയത്. അമ്പിളി ബസ് ഇവിടുന്ന് എടുത്തു പോയിട്ട് നേരെ ഒരു മരത്തിന് കൊണ്ടുപോയിട്ട് ഒരു ഒറ്റട്ടി. ആ ബസ് തകടം പറഞ്ഞിട്ട് 10-27 പേരൊക്കെ ആശുപത്രിയിലായി എന്നാണ് പറയണത്. ആരുടെയൊക്കെ തലയും പൊട്ടിയിട്ടുണ്ട് ഇത്ര. എന്താണ് ആണോ? അയ്യോ, ആ എന്തൊരു കഷ്ടമാണ് തമ്പുരാനെ. വലഞ്ഞു. ആ ശരി, എന്നാ ആയിക്കോട്ടെ. ബസ്സിൽ ജെസ്സി ഉണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ചോദിക്കണ്ടേ നിങ്ങളെന്താളാ? അല്ല ആദ്യം ചോദിക്കണ്ടേ? അയ്യോ, ഒന്നുകൂടി വിളിക്കുന്ന. ഇതിപ്പോ ഓളുണ്ട്.